ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനും മാധ്യമ സ്വാതന്ത്ര്യത്തിനും സംഘപരിവാർ ഉയർത്തുന്ന വിലക്കിനെതിരെ മമ്പറം പുരോഗമന കലാസാഹിത്യ സംഘം ക്ലബ് കോർഡിനേഷന്റെ നേതൃത്വത്തിൽ ജനസദസ്സ് സംഘടിപ്പിച്ചു. സിനിമാ താരം ഗായത്രി വർഷ ഉദ്ഘാടനം ചെയ്തു. മമ്പറം ടൗണിൽ സംഘടിപ്പിച്ച ജനസദസ്സിൽ നിരവധി പേർ പങ്കെടുത്തു. ഏറ്റവും ഗഹനമായ സാംസ്കാരിക വിഷയമാണ് പറഞ്ഞത്. മാധ്യമങ്ങളുടെ ഇടപെടൽ ആണ് പറഞ്ഞു നിൽക്കുന്നത്. അങ്ങനെയുള്ള ഇടങ്ങളെ വളരെ ഗൗരവബുദ്ധിയെ കാണുന്ന അല്ലെങ്കിൽ അത്തരം ഇടങ്ങളുടെ പ്രയോഗം സമൂഹത്തിലെ ജനജീവിതത്തിൻ്റെ സാംസ്കാരിക മണ്ഡലത്തെയും സാധാരണ ജനജീവിതത്തെയും വളരെ പ്രത്യക്ഷത്തിൽ നമ്മളുടെ അടിസ്ഥാന ആവശ്യങ്ങളെയും വളരെ പ്രത്യക്ഷത്തിൽ സ്വാധീനിക്കുന്ന ഒന്നാണ് പറയുന്ന സിനിമ. ഏറ്റവും രാഷ്ട്രീയ പക്ഷത്ത് നിന്നുകൊണ്ട് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. കാരണം എമ്പുരാൻ്റെ ആനുകാലിക കഥയിലേക്ക്, അതായത് നെടുനായകത്വത്തിലേക്ക് എബ്രഹാം ഖുറേഷി എന്ന് പറയുന്ന നായകൻ എല്ലാം വിൻ ചെയ്യാനും എല്ലാം നേടാനും അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിലോട് അദ്ദേഹത്തിൻ്റെ മസിൽ പവർ കൊണ്ട് അദ്ദേഹം വിജയിക്കാൻ പോകുന്നു എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് ആ സിനിമ ലൂസിഫർ കടന്നിട്ട് ആ സിനിമ എത്തുന്നതിന് അകം ആ സിനിമയുടെ കഥ പറയാൻ പോകുന്ന ഒരു പ്ലോട്ട് വളരെ ഗംഭീരമായി അവതരിപ്പിക്കപ്പെട്ടതാണ്. ഓർമ്മകളുണ്ടായിരിക്കണം എന്ന് സാമാന്യ ജനത്തോട് വളരെ ശക്തമായി പറയാൻ ആ 20 മിനിറ്റിൻ്റെ പ്ലോട്ട് മതിയായതാണ്. അതാണ്. ഉദ്ഘാടന ചടങ്ങിൽ സംഘാടക സമിതി ചെയർമാൻ പി പ്രജീപൻ അധ്യക്ഷനായി. ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് മുകുന്ദൻ മഠത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി. വേങ്ങാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി ചന്ദ്രൻ, പുരോഗമന കലാസാഹിത്യ സംഘം പിണറായി മേഖലാ കമ്മിറ്റി അംഗം ഡോക്ടർ സുരേഷ് കുമാർ, സംഘാടക സമിതി കൺവീനർ ടി എം രമേശൻ തുടങ്ങിയവർ സംസാരിച്ചു. ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്.